ചില ഐതിഹ്യങ്ങളും ഓണത്തിന്റെ ഒരു അവഗാഹമായിട്ടുള്ള ജ്ഞാനം എന്താണെന്ന് പലവർക്കും വേണമെങ്കിൽ അറിയാത്ത അവസ്ഥ ഉണ്ടാകും, പലവർക്കും അറിയുന്നവരുണ്ടാകും. അറിയുന്നവര് കേൾക്കണമെന്നില്ല, അറിയാത്തവരെന്തായാലും കേൾക്കട്ടെ. PSC കോച്ചിങ് ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ മലയാളികളും ഒരു ദേശീയ ഉത്സവമായി ജാതി മത ഭേദമന്യേ എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണെന്നുള്ള കാര്യമാണ് ഓണം, അല്ലെ? ഒരു ആഘോഷമാണ്, ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ സമത്വ സുന്ദരമായ ലോകം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ആചാരമാണ് ഓണം എന്ന് പറയുന്നത്. നമുക്കറിയാം, മഹാബലിയും വാമനുമായിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മഹാബലിയും വാമനുമായിട്ടുള്ള കഥ എന്താണ്? മഹാബലി ഒരു അസുര രാജാവായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അസുര രാജാവായിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെയധികം സമത്വ സുന്ദരമായിട്ടുള്ള ലോകവും പ്രജാതൽപരനും പ്രജകൾക്ക് എന്താവശ്യം എപ്പോ വന്നു കഴിഞ്ഞാലും ചെയ്തു കൊടുക്കാൻ സന്നദ്ധനായ ഒരു മഹാധർമ്മിഷ്ഠനായിരുന്നു മഹാബലി എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ്, അത് മാത്രമല്ല, ഇങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ആ അസുരൻ്റെതായിട്ടുള്ള ചില സവിശേഷതകളും ചില ഗുണങ്ങളും ചില ദോഷഫലങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭയങ്കര അഹങ്കാരിയായിരുന്നു. അഹങ്കാരത്തിന്റെ കൂട് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ശരിക്ക് മഹാബലി. അപ്പൊ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, ദേവന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവന്മാർ ഒരു പണിയെടുക്കാതെ മടിയന്മാരാണ്, സുഖലോലുപരായി ജീവിക്കലാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ദേവന്മാർക്ക് ഈ ലോകം മൊത്തം കീഴടക്കാനുള്ള ഒരു ഒരു തന്റെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മഹാബലി ഈ യാഗം ചെയ്യാനായിട്ട് നിർബന്ധിതനാകുന്നത്. യാഗം ചെയ്യുന്നതിന്റെ ഭാഗം നമുക്കറിയാം, അതിനുശേഷം യാഗം പൂർത്തീകരിക്കപ്പെട്ടാൽ ലോകം മൊത്തം മഹാബലിയുടെ കൈപ്പിടിയിലാവുമെന്ന് ദേവന്മാർക്ക് അറിയുകയും ദേവന്മാരുടെ സ്വർഗലോകം നഷ്ടപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശ കൊണ്ടാണ് യഥാർത്ഥത്തില് വാമനാവതാരം വിഷ്ണു ഭഗവാനോട് ചെന്ന് ദേവന്മാർ പറയുകയും വിഷ്ണു വാമനാവതാരം ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ യാഗശാലയിലെത്തി വരം ചോദിക്കുകയാണ്. ശരിക്കും വരം ചോദിക്കണം, 3 അടി മണ്ണാണ് വേണ്ടത് എന്നാണ്. തപസ്സിരിക്കാൻ വേണ്ടി 3 അടി മണ്ണ് വേണമെന്നാണ് മഹാബലിയോട് ആര് പറയുന്നത്? ഇതാണ് യഥാർത്ഥത്തിലുള്ള ഓണത്തിന്റെ ഐതിഹ്യം. ഈ ഓണത്തിന്റെ ഐതിഹ്യം, വിഷ്ണു ഭഗവാൻ വാമനായി അവതരിച്ച് മഹാബലിയുടെ അടുത്ത് നിന്ന് 3 അടി മണ്ണ് ചോദിക്കുകയും ആദ്യം 3 അടി മണ്ണ് ദാനം കൊടുക്കാൻ തയ്യാറാവുകയും ആദ്യം ഭൂമി അളക്കുകയും രണ്ടാമത് ആകാശം അളക്കുകയും പിന്നീട് അളക്കാനില്ലാത്ത സമയത്ത് എന്റെ നെറുകന്തലയിൽ കാലുവെച്ചോളാൻ പറഞ്ഞ് ഭൂമിയിലേക്ക് മഹാബലിയെ താഴ്ത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓണത്തിന്റെ ഐതിഹ്യം. മഹാബലി കള്ളവും ചതിയും അവന് കപടതയും ഇല്ലാത്ത ഒരു കാലമാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. അത് ദേവന്മാർക്കുള്ള അസൂയാണെന്ന് ഞാൻ മഹാബലിയുടെ കാര്യം പറഞ്ഞു. ലോകം മൊത്തം പടർന്ന് ദേവന്മാർ സ്വർഗഭരണം നഷ്ടപ്പെടുമെന്നുള്ള ഇതുകൊണ്ടാണ് മഹാബലി യഥാർത്ഥത്തില് ഈ പറയുന്ന ദുരന്തം കൈവരിക്കാനുള്ള കാരണം ദേവന്മാരുടെ ഒരു അസൂയ മൂലമാണ്, അതിലൊരു സംശയമില്ല. അവതാരം ഇത് രൂപം കൊണ്ട് 3 അടി മണ്ണ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തില് ഭൂമിയിലേക്ക് മഹാബലിയെ ഒരു ശിക്ഷാ നടപടിയിലേക്കല്ല യഥാർത്ഥത്തില് തള്ളിവിടുന്നത്. മറിച്ച് എന്താണ്, ഈ മഹാബലി വാമനനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുതലം എന്ന് പറയുന്ന ഒരു ലോകത്തേക്കാണ് പറഞ്ഞുകൊണ്ടത്. ഈരേഴ് ലോകം, ഭൂമിയുടെ അടിയിലുള്ള ഈരേഴ് ലോകത്തില് ഏറ്റവും, അത് സ്വർഗത്തിനേക്കാളും സുന്ദരമായിട്ടുള്ള ആ ഈരേഴ് ലോകത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മഹാബലിയെ ഈ പറയുന്ന വിഷ്ണു ഭഗവാൻ ചവിട്ടി താഴ്ത്തുന്നത്. അല്ലാണ്ട് ശിക്ഷാ നടപടിയല്ല അത്. ആദ്യം തിരിച്ചറിയുക. മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഒരു ശിക്ഷാ നടപടിയാണെന്നുള്ള ചിന്താഗതി ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഭൂമിയിലേക്കാൾ സുന്ദരമായിരുന്നു, അത് വിശ്വകർമാവാണ് നിർമ്മിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാകുന്നത്. സുതിലത്തിലെ ചക്രവർത്തിയായിട്ടാണ് മഹാബലിയെ അങ്ങോട്ട് ഈ സുതിലത്തിലേക്ക് പറഞ്ഞു കൊടുത്തത്, ഈരേഴ് ലോകം. അത് മാത്രമല്ല, രോഗവും അതിന്റെ ആ സുതിലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രോഗമില്ല, ദുഃഖമില്ല, വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളില്ല, മറ്റുള്ള ഒരു പ്രശ്നങ്ങളില്ല. മഹാബലിയുടെ കാവൽക്കാരനായി, അല്ലെങ്കിൽ മഹാബലിയുടെ കാവൽക്കാരനായി മാത്രമല്ല പാലകനായി എക്കാലവും വിഷ്ണു ഭഗവാൻ മഹാബലിയുടെ അടുത്ത് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അത് മറ്റൊരു പദവി, മന്വന്തര പദവി യഥാർത്ഥത്തിൽ മഹാബലിക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ മറ്റൊരു ജന്മത്തില്, അടുത്ത ജന്മത്തില് മന്വന്തര പദവി അടക്കം മഹാബലിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി ചിരഞ്ജീവി ആവാനായിട്ട് ഹൈന്ദവ ആചാരപ്രകാരം
ചിരഞ്ജീവിയായി ജീവിക്കാനായിട്ടാണ് മഹാബലിക്ക് ഇത് കൊടുത്തിരുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കി 8 ചിരഞ്ജീവികളാണ് മൊത്തം ഉള്ളത്. 8 ചിരഞ്ജീവികളിൽ ഒരു ചിരഞ്ജീവിയായി ജീവിക്കാനുള്ള അവസരം ഈ മഹാബലിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശിക്ഷയില് മഹാബലിയുടെ ശിക്ഷ എന്ന് പറയുന്ന അഹങ്കാരത്തിനുള്ള ഒരു മറുപടിയാണ് കൊടുത്ത്, അതായത് മാറ്റി സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരു ലോകമായി മാറ്റുകയും മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലവും വിഷ്ണു ഭഗവാൻ കാവൽക്കാരനായിട്ടിരിക്കുകയും സ്വന്തം കണ്ണുകൾ കൊണ്ട് അല്ല സ്വന്തം നേത്രങ്ങൾ കൊണ്ട് വിഷ്ണു ഭഗവാനെ എക്കാലവും പൂജിക്കുവാനും എക്കാലവും കാണാനുള്ള ഒരു അവസരം മഹാബലിക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു മിത്താണ് യഥാർത്ഥത്തിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ നമുക്കറിയാം ഓണമായി ബന്ധപ്പെടുന്ന ഹൈന്ദവ ആചാരപ്രകാരം മഹാബലിയെ പൂജിക്കുന്നത് മഹാബലി ഒരു തൽക്കർമ്മിയായിരുന്നു എന്നുള്ളതാണ്, ഒരു പ്രജാതൽപരനായിരുന്നു എന്നാണ്, സ്വർഗതുല്യമായിട്ടുള്ള ജീവിത ശൈലികളാണ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്തത് എന്നുള്ളതാണ് മഹാബലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് മഹാബലിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വാമനാവതാരം പൂണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ മഹാബലിയെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് വിഷ്ണു ഭഗവാൻ ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് മാത്രമല്ല തൃക്കാക്കര അപ്പനാണ് ശരിക്കും വാമനെയാണ് യഥാർത്ഥത്തിൽ പൂജിക്കേണ്ടത്. അതായത് മഹാബലിനെ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാബലിനെ പൂജിക്കുന്നതോടൊപ്പം തന്നെ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്ന ആ തൃക്കാക്കരപ്പനെ വെച്ചുകൊണ്ടാണ് ഹൈന്ദവര് ഈ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വാമനാണ് യഥാർത്ഥത്തില് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അല്ലെ? ഈ അഹങ്കാരിയായിട്ടുള്ള അസുര ചക്രവർത്തിയായ മഹാബലിയെ ഒരു ശമനം വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ലോകം മൊത്തം കീഴടക്കാനുള്ള മഹാബലിയുടെ ഒരു തരത്തിലുള്ള ഒരു വാഞ്ച, ആ വാഞ്ചയ്ക്കുള്ള ചുട്ട മറുപടിയാണ് ഈ ഓണവുമായി ഐതിഹ്യമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഓണമായാലും എന്തായാലും പരമാവധി സ്ഥിതി സമത്വവും അതുപോലെ തന്നെ തുല്യതയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ട് അഴിമതിയില്ലാത്ത, കള്ളമില്ലാത്ത, ചതിയില്ലാത്ത ഒരു സോഷ്യലിസ്റ്റിക് വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിണാമമാണ് നമുക്ക് ആവശ്യം. എന്തുകൊണ്ടാണ് പറയണത്? കമ്മ്യൂണിസം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൽ ഭരണീതരോ ഭരണാധിപന്മാരില്ല, സമത്വ സുന്ദരമായിട്ടുള്ള ലോകമാണ് കമ്മ്യൂണിസത്തിന്റെ അടിത്തറ. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും സമത്വ സുന്ദരമായിട്ടുള്ള തുല്യത കൈവരിക്കുന്ന അടിസ്ഥാനവർഗമായ തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്നല്ല, ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഭരണീതരോ ഭരണാധിപന്മാരില്ലാത്ത ഒരു സമത്വ സുന്ദര ലോകത്തെ പറ്റി നമുക്ക് സ്വപ്നം കാണാൻ മാത്രമാണ് ചിലപ്പോൾ കഴിയുക. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. അതൊരു പ്രകൃതി നിയമമാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പ്രകൃതി നിയമമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് കാലത്തായാലും വ്യവസ്ഥാപിതമായിട്ടുള്ള മാറ്റം കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശിവദാസ് നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു. ജനക്ഷേമ സമിതിയുടെയും പൗരാവകാശ സംരക്ഷണയുടെയും ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഓണാശംസകൾ നേരുന്നു. ഒരു വിഭാഗം പട്ടിണിയും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അവരെയും കരകയറ്റുന്നതിനുള്ള ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമായി വർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൗരാവകാശ സംരക്ഷണ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ ജനക്ഷേമ സമിതിയുടെ എല്ലാവിധ ഓണ ആശംസകളും നേരുകയാണ്. ഞാൻ ശിവദാസ് നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.